ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ദീപക് തർമ്മടം തത്സമയം ചെയ്യുകയാണ്. ദീപക്, അങ്ങനെ തീരുമാനം വന്നു കഴിഞ്ഞോ? SKN ക്രൈംബ്രാഞ്ചിന് അന്വേഷണം മാറ്റിയിരിക്കുന്നു. മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തിന്റെ ചുമതല ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP C അലവിക്കാണ്. ഈ തീരുമാനം നിർദ്ദേശമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രൊസീഡിംഗ്സ് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ മരണം ഒരു കൊലപാതകമാണ്, നരഹത്യയാണ് എന്നുള്ള നിലയിൽ കേസ് മാറുന്നു. ഇതിന്റെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം നീങ്ങണം. പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളിൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ. ഒന്ന്, പ്രതി വിനീഷ് ഒരു UDF അനുയായിയാണ് എന്നുള്ള വിവരം പോലീസ് സ്ഥിരീകരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ 24 പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന, MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചന, അതിലേക്ക് അന്വേഷണം നീങ്ങണം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. DYSP C അലവിക്കാണ് അന്വേഷണ ചുമതല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു നീക്കം പോലീസിൽ നടത്തിയിരിക്കുന്നു. നേരത്തെ അവിടുത്തെ CI, അവിടുത്തെ SHO ആയ ധനഞ്ജയ ദാസനായിരുന്നു അന്വേഷണ ചുമതല. അദ്ദേഹത്തിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക്, ഉന്നതതല അന്വേഷണത്തിലേക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. ഇത് പോലീസ് തലപ്പത്ത് ചില വിവരങ്ങൾ, നേരത്തെ SKN ഞാൻ പറഞ്ഞിരുന്നു, ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളത്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. മലപ്പുറം SP ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിംഗ്സ് ഉത്തരവിറക്കിയിരിക്കുന്നത്. SKN പൂർത്തിയായി കഴിഞ്ഞെന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതേപോലെ അതോ ഉത്തരവിറങ്ങിയത് മാത്രമേ ഉള്ളൂ? SKN അതിൽ പ്രാഥമികമായ ചില വിവരങ്ങൾ ലഭിക്കുന്നു. ആ വിവരങ്ങളിൽ ഈ വിനീഷിന്റെ നീക്കങ്ങൾ, വിനീഷിന് നേരത്തെയും സമാനമായ സ്വഭാവത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവങ്ങൾ ഒതുക്കി തീർക്കുന്നതിൽ അവിടുത്തെ വഴിക്കടവ് പഞ്ചായത്തിലെ ചില മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിരുന്നു. ഇത്തരം വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരങ്ങൾ പോലീസ് തലപ്പത്ത് എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് CDR സെറ്റൊന്ന് ലഭ്യമാക്കുക സാധ്യമല്ല. പക്ഷേ പ്രാഥമികമായ ചില സൈബർ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ റെക്കോർഡിലേക്ക് പോകാൻ പറ്റില്ലെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DIG ഹരിശങ്കർ ഇതിനെ കൃത്യമായി ഏകോപിപ്പിച്ചു. ചില വിവരങ്ങൾ ഉന്നതതലത്തിലേക്ക് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള സംശയം പോലീസ് ഉറപ്പിക്കുന്നു. ആ ഘട്ടത്തിൽ ലോക്കൽ പോലീസ്, തെരഞ്ഞെടുപ്പ് കാലമായാൽ ലോക്കൽ പോലീസിന് പണി കൂടും. മാത്രമല്ല, ഇതിലൊരു ഉന്നതതല അന്വേഷണം വേണം. അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP C അലവിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു തീരുമാനമെടുത്തിരിക്കുന്നത്. SKN ഇതിലെ UDF നേതാക്കന്മാരുടെ എന്തെങ്കിലും പ്രതികരണം നമുക്ക് കിട്ടിയോ ദീപക്? SKN ഈ ഘട്ടത്തിൽ ഇതിപ്പോൾ പുറത്തു വരുന്നത് 24ലൂടെയാണ് ഈ വാർത്ത. ഇതൊരു 24 ബ്രേക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ വിനീഷിന്റെ അച്ഛൻ വിജയന്റെ രാഷ്ട്രീയ ബന്ധവും മാത്രമല്ല അവിടെ ഈ വാർഡ് കൗൺസിലർക്ക് ഇതെല്ലാം, വാർഡ് മെമ്പർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. സമാന സ്വഭാവത്തിൽ നേരത്തെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ ആരും ഇടപെടാതിരുന്നത് ഒരു വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ളവരുടെ ബന്ധങ്ങൾ കൊണ്ടാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ പോലീസിന് ലഭിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇതിൽ വിശദമായ അന്വേഷണം നടക്കണം. അതായത് ലോക്കൽ പോലീസിലെ ഒരു അന്വേഷണം പോരാ, ശാസ്ത്രീയമായ കുറ്റാന്വേഷണത്തിലേക്ക് കടക്കണം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം ഏൽപ്പിച്ച് പോലീസ് തലപ്പത്ത് നിന്നും തീരുമാനമെടുത്തിരിക്കുന്നു. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഇതിന്റെ ഉത്തരവ് കഴിഞ്ഞിരിക്കുന്നു. ലോക്കൽ പോലീസിനും അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് SKN. ഈ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP C അലവിയുമായി ഈ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്താണ് ഈ വിവരം കൃത്യമായി ലഭിക്കുന്നത്. കാരണം ഇതിനൊരു ഗൗരവ സ്വഭാവമുണ്ട്. ഇത് കേവലമായ ഒരു അബദ്ധത്തിലുള്ള കുട്ടിയുടെ മരണമല്ല. ഇത് നിരന്തരം അവിടെ നടന്നിരുന്നു. ഇതൊരു തുടർക്കഥയാണ്. നേരത്തെ B. ദിലീപ്കുമാർ പറഞ്ഞത് SKN ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ സമാന സ്വഭാവത്തിൽ ഇതേ സ്ഥലത്ത് തന്നെ ഒരാൾ മരണപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ ഒന്നും വെളിച്ചത്ത് വരാത്ത കുറച്ച് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് പോലീസ് തലപ്പത്ത് ഈ വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനപ്രകാരമാണ് SP ഇതിന്റെ അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും, അതായത് നിലവിൽ ഇത് അന്വേഷിക്കുന്നത് വഴിക്കടവ് SHO ധനഞ്ജയ ദാസാണ്. അദ്ദേഹം അന്വേഷിച്ചാൽ മതിയാകില്ല, ശാസ്ത്രീയമായ അന്വേഷണം വരണം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഈ ലോക്കൽ പോലീസിന് കൂടുതൽ ഭാരമിച്ച ചുമതല. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ശാസ്ത്രീയമായി അന്വേഷിച്ച് ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം എന്ന് സർക്കാരിനും ചിലപ്പോൾ താല്പര്യമുണ്ടാകും. കാരണം രാഷ്ട്രീയ ആരോപണങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ ഉന്നയിച്ച സാഹചര്യത്തിൽ അത്തരമൊരു ഘട്ടത്തിൽ ഇതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി ക്രൈംബ്രാഞ്ച് DYSP, ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP C അലവിയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. SKN
അന്വേഷണ ചുമതല ശാസ്ത്രീയമായ രീതിയിൽ വേണം എന്ന ഉത്തരവുമായി ഈ മലപ്പുറം SP വിശ്വനാഥന്റെ ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം ഈ ഏതെങ്കിലും പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അതോ ആദ്യമായി 24-ലൂടെ മാത്രമാണോ ഇത് പുറം ലോകം അറിയുന്നത്? ഈ വാർത്ത ഇപ്പോൾ ആണ് പ്രേക്ഷകർ ലോകം അറിയുന്നത് 24-ലൂടെയാണ്. കാരണം ഏതാണ്ട് നിമിഷങ്ങൾ മുൻപ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പോലീസ് തലപ്പത്ത് എടുത്തത്. അത് പോലീസ് തലപ്പത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഈ കേസ് അനലൈസ് ചെയ്തു. അത് കഴിഞ്ഞ് തൃശ്ശൂർ